കോട്ടയം കളക്ട്രേറ്റിലും ബോംബ് ഭീഷണി. പരിശോധന ആരംഭിച്ച് പോലീസ്. ഇമെയിലാണ് ഭീഷണി വരുന്നത്. ബോംബ് സ്ക്വാഡും പോലീസ് സംഘവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു മെസ്സേജ് വന്ന് എല്ലാവരും പുറത്തിറങ്ങി നിൽക്കാനേ പറഞ്ഞോളൂ. വേറെ ഒന്നും അവരെപ്പം എല്ലാ സ്കാഡ് വന്ന് എല്ലാ റൂമും സെർച്ച് ചെയ്തു. കുഴപ്പമില്ല. സംഭവിച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് ഇവിടെ കളക്ടറിൽ ഒരു ഇമെയിൽ മെസ്സേജ് വന്നതായിട്ടാണ് പറഞ്ഞത്. ബോംബ് വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഇവിടെ മുഴുവൻ പരിശോധന നടത്തി. ഇപ്പോൾ പോലീസുകാർ ക്ലിയർ ചെയ്ത് പറഞ്ഞു അങ്ങനെ ഒരു വ്യാജ ഭീഷണിയായിരുന്നു. നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ എല്ലാവരും ഓഫീസിൽ കയറാനായിട്ടാണ് നിർദ്ദേശം കിട്ടിയിരിക്കുന്നത്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. ടോബി, എന്താണ് ഈ ഭീഷണി സന്ദേശത്തിന് പിന്നാലെ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? ഇത്തരത്തിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കോടതികൾക്കുൾപ്പെടെ ഇത്തരം മെയിലുകൾ വന്നിരുന്നു. ഇതിപ്പോൾ എന്താണ് സംഭവം? പ്രജിൻ, തീർച്ചയായിട്ടും നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല എന്നാണ് ഈ പരിശോധനയ്ക്ക് ശേഷം പോലീസ് അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കളക്ടറേറ്റിലുള്ള ജീവനക്കാരോട് തിരിച്ച് കയറാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് ഈ ഒരു ബോംബ് ഭീഷണി സന്ദേശം ജില്ലാ കളക്ടറുടെ മെയിലിലേക്ക് വരുന്നത്. ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയും ചെയ്തു. തൊട്ടു പിന്നാലെ ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ പോയി കളക്ടറേറ്റിലെത്തി വിശദമായിട്ടുള്ള പരിശോധന നടത്തി. ആ പരിശോധനയ്ക്കൊടുവിലാണ് മറ്റു കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് തിരിച്ചറിഞ്ഞത്. എന്തായാലും ഇപ്പോൾ ജീവനക്കാരോടും മറ്റ് ആളുകളോടും എല്ലാം കളക്ടറേറ്റിലേക്ക് തിരികെ കയറിക്കൊള്ളാൻ പറഞ്ഞിട്ടുണ്ട്. മറ്റ് കളക്ടറേറ്റുകളിൽ വന്നതിന് സമാനമായ രീതിയിലുള്ള ഒരു ഇമെയിൽ സന്ദേശമാണ് വന്നതെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇത് എവിടുന്ന് വന്നു എന്നതടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വിശദമായിട്ടുള്ള പരിശോധന പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ടോബി ജോൺസൺ ആണ് വിശദാംശങ്ങൾ നൽകിയത്.